2022 ജൂൺ 11 ജാഫർ പനാഹി അപ്രതീക്ഷിതമായി വീണ്ടും അറസ്റ്റിലായി. രാജ്യത്തെ ഭരണവിരുദ്ധ വികാരം ശക്തമായതാണ് അഭിമത സ്വരങ്ങളെ ഒതുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. അതും വെളിച്ചം പോലും മടിച്ചു മാത്രം കടന്നു ചെല്ലുന്ന ഇവിൻ തടവറയിൽ ലോകം മുഴുവൻ പനാഹിക്കായി തുറന്ന കത്തുകൾ എഴുതി. അദ്ദേഹത്തിന് നോബെയർ എന്ന ചിത്രത്തിന് 79ാമത് വെനീസ് ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി കോടതിയിലെത്തിയില്ല. അവസാനം നിരാഹാരം കിടന്നാണ് പനാഹി മോചനം നേടിയത്. ഒടുവിൽ 2023 ഏപ്രിലിൽ 14 വർഷത്തെ യാത്രാവിലക്കിനൊടുവിൽ ഭാര്യ തെഹരെ സെയ്ദിക്കൊപ്പം പനാഹി ഇറാൻ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് എത്തി. ഫോർ എ ഫ്യൂ ഡേയ്സ് എന്ന കുറിപ്പോടെ തെഹരെ പങ്കുവച്ച പനാഹിയുടെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകൾ പോലെ സംസാരിക്കുന്നു. ആ ഫിലിം മേക്കർ ഒരു സിനിമയ്ക്കുള്ളിലാണ് എന്ന ആ നിമിഷം നമുക്ക് തോന്നിപ്പോകും. എവിടെയോ ക്യാമറ ഒളിഞ്ഞിരിപ്പുണ്ട്. വിലക്കുകളെ മറികടക്കാൻ അയാൾ സിനിമയ്ക്കുള്ളിൽ ഉണ്ടുറങ്ങുകയാണ്. അയാളെ ഉണർത്താതെ ആർക്കും ആ സിനിമയിൽ തൊടാൻ സാധിക്കില്ല. ഈ ജാഗ്രതയാണ് ഇന്ന് പലർക്കും നഷ്ടപ്പെടുന്നത്. സിനിമ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും രാഷ്ട്രീയം പറയും. അത് ദൃശ്യങ്ങളുടെ പ്രത്യേകതയാണ്. ഒരൊറ്റ ഫ്രെയിം അത് മതി മതമൗലിക ശക്തികളെ വിരളി പഠിപ്പിക്കാൻ. ഇമേജുകൾ ആളുകളെ ഭൂതകാലത്ത് തങ്ങൾ ആരായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കും. അവർ കത്രികകൾ നീട്ടും. സിനിമകളിലെ തങ്ങൾക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ മുറിച്ചു നീക്കും. അല്ലെങ്കിൽ സിനിമ തന്നെ വിലക്കും. എന്നാൽ സംവിധായകരെ വിലക്കാൻ അവർക്ക് സാധിക്കില്ല. അവർ തോക്കിന് മുമ്പിലും സിനിമ സംസാരിക്കും. സിനിമയ്ക്കായി സംസാരിക്കും. സ്വന്തം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സൈലൻസർ ഘടിപ്പിച്ച് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറുമ്പോൾ നിങ്ങൾ സിനിമ എന്ന മാധ്യമത്തെ വഞ്ചിക്കുകയാണ്. ജീവൻ പണയപ്പെടുത്തി പടമെടുക്കുന്ന പനാഹിയെ പോലുള്ളവരെ ഒറ്റുകൊടുക്കുകയാണ്.